നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലൂടെ മാത്രമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തി തീർച്ചയായും ആത്മാവിൻ്റെ 9 ഫലങ്ങളും പുറപ്പെടുവിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. നാം നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും നമ്മെ വഴി നടത്തുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ജഡികമായ സ്വഭാവം താഴ്ന്നു പോകുന്നതായി ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും. വഴി ഏതാണെന്ന് കാണിച്ചു തരും. നന്മ തിന്മകളെ തിരിച്ചറിയുവാനും തിന്മയെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് സാധിക്കും. ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് വഴി നാം ലോകമനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാകുകയും ചെയ്യുന്നു. ഒരു ചെറിയൊരു ഉദാഹരണം ബൈബിളിൽ നിന്നെടുത്താൽ, ഒരു ദിവസം കർത്താവ് ബെഥാനിയ വിട്ട് പുറപ്പെടുമ്പോൾ കർത്താവിനെ വിശക്കുന്നു. അപ്പോൾ ദൂരെ നിൽക്കുന്ന ഒരു അത്തിവൃക്ഷത്തെ കർത്താവ് കാണുകയാണ്. അതിൽ ധാരാളം ഇലകളുണ്ട്. അതിനാൽ ഫലം കിട്ടുമെന്ന വലിയ പ്രതീക്ഷയുടെ കർത്താവ് അതിനടുത്തേക്ക് ചെല്ലുമ്പോൾ അതിൽ ഫലമില്ല. ഇതുപോലെയാണ് പുറമേ പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, പാട്ടുണ്ട്, വചനവായനയുണ്ട്, എല്ലാ ഞായറാഴ്ചയും ദേവാലയത്തിൽ പോവാറുണ്ട്, എന്നാൽ ഫലമില്ല. ഒടുവിൽ ആ അത്തിവൃക്ഷത്തെ കർത്താവ് ശപിക്കുന്നതായാണ് കാണുന്നത്. നിന്നിൽ നിന്ന് ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് ശപിക്കുകയും അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോകുന്നതായി നാം കാണുന്നു. ഇലകളുടെ അടുത്ത് ചെല്ലുമ്പോൾ അതിൽ ഫലമില്ല. നാം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിനോടൊപ്പം തന്നെ ആത്മാവിൻ്റെ ഫലങ്ങളും പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. ഈ സന്ദർഭത്തിൻ്റെ കൂടെ ഒരു കാര്യം കൂടി അത് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നതിനാൽ അതിൽ ഫലമില്ല. എന്നിട്ടും കർത്താവ് അതിനെ ശപിക്കുന്നുണ്ട്. അതിനാൽ നാം എല്ലായ്പ്പോഴും സദാസമയവും എല്ലാ കാലത്തും 365 ദിവസവും 24 മണിക്കൂർ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. നമ്മുടെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകവസ്തുക്കളോട്, ലോകമോഹങ്ങളോട് ഒരു അകലം പാലിച്ച്, ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെതല്ലാതെ ജീവിച്ചുകൊണ്ട് ദൈവവചനം എന്ന വിശുദ്ധ വേരിൽ നിന്ന് വളർന്ന് നല്ല ഫലം കായ്ക്കുവാനും ആ ഫലം മറ്റുള്ളവർക്ക് പങ്കിട്ടു കൊടുക്കാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.